അപ്പൊ ഇങ്ങനെ എന്റെ ജീവിതം ഇങ്ങനെ ഒരു വഴിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അനുഷ്ഠാനം കൊണ്ട് എന്ത് ഫലം എന്ന് ചോദിച്ചാൽ, അനുഷ്ഠാനം കൊണ്ട് ഞാൻ ആലോചിക്കാറുണ്ട്, ഞാൻ എവിടെയോ കിടന്ന ഒരാളാണ്. ശരിക്കും രാമായണത്തിലെ കഥയില്ലേ, ആ കാട്ടാളനായിരുന്ന ആളെ മഹർഷിയാക്കി മാറ്റുന്ന വാൽമീകിയാക്കി മാറ്റുന്ന ആ രാമമന്ത്രം ഉണ്ടല്ലോ, ആ രാമമന്ത്രത്തിന്റെ ബലമല്ലേ ഞാനും ഇപ്പൊ അനുഭവിക്കുന്നത് സത്യത്തില്. കാരണം ഈ പാർവതി ചോദിച്ചു അത്രേ ശിവനോട്, ഏറ്റവും വലിയ മന്ത്രം ഏതാണെന്ന്, പാർവതി. അപ്പോ അദ്ദേഹം പറഞ്ഞു ഹര ഉമ. ഹര എന്നുള്ളത് ശിവൻ, ഉമ എന്നുള്ളത് ദേവി. അപ്പം രാമ എന്ന് പറയുന്ന രണ്ടക്ഷരം, അത് ഞാനും നീയും തന്നെ ആകുന്നു, താരകമന്ത്രമാകുന്നു. ഹര ഉമ സാക്ഷാൽ ശിവശക്തി സമന്വയമായ മന്ത്രമാകുന്നു. ഇതിന് ശ്രേഷ്ഠമായൊരു മന്ത്രം ഇല്ല എന്ന് ശിവൻ പാർവതിക്ക് ഉപദേശിക്കുകയാണ്. അത് മുഴുവൻ കേൾക്കാതെ ഒരാളവിടെ വന്നു, ആ ജസ്റ്റ് രാമ എന്നുള്ള വാക്ക് മാത്രം കേട്ടു. അത് നാരദനാണ്. ഈ രാമ എന്നുള്ള അക്ഷരം മാത്രമേ കേട്ടുള്ളൂ. അപ്പൊ ഇദ്ദേഹത്തിന് മനസ്സിലായി എന്തോ ഗംഭീര സാധനമാണ് ഈ പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. പക്ഷെ ഇത് എന്താണെന്ന് പുള്ളിക്ക് പിടികിട്ടിയില്ല. അപ്പൊ എവിടെയെങ്കിലും പരീക്ഷിക്കണ്ടേ. അപ്പോഴാണ് സപ്തർഷികളുടെ കൂടെ ഇദ്ദേഹം പോകുമ്പോൾ ഈ രത്നാകരൻ മുന്നിൽ ചാടി വീഴുന്നു ആയുധമൊക്കെ ആയിട്ട്. പിന്നീട് വന്ന സംവാദത്തില് ഇദ്ദേഹത്തോട് ഈ രാമമന്ത്രം ജപിക്കാനായിട്ട് പറഞ്ഞു വിടുകയാണ്. അപ്പം ഇദ്ദേഹത്തിന് തന്നെ സംശയം, രാമ എന്നാണോ മര എന്നാണോ. അപ്പോ എന്തായാലും ഉച്ചാരണം വരുമ്പോ രാമാന്ന് വരുമല്ലോ എന്ന് കരുതി പറഞ്ഞയക്കുകയും അദ്ദേഹം 1 വർഷം കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോൾ ഈ ചിതൽപുറ്റിൽ നിന്ന് ഇദ്ദേഹത്തെ മഹർഷിയായിട്ട് മാറുകയും, അപ്പൊ അത്ര മഹർഷിയായിട്ട് മാറാൻ മാത്രം ശേഷിയുള്ള ഈ മന്ത്രം താരകമന്ത്രം തന്നെയാണെന്നും അത് ശിവശക്തി സമന്വയമായ മന്ത്രമാണെന്നും മനസ്സിലാക്കിയിട്ടാണ് ഈ രാമായണ കഥയെ ഉണ്ടാക്കിയെടുക്കുന്നത്. വാൽമീകി എഴുതുമ്പോ ഇത് സംഭവിക്കുന്നു എന്നാണ്. അതായത് രാവണനെ കൊന്നു എന്ന് വാൽമീകി എഴുതുമ്പോൾ രാവണനെ ആക്ച്വലി കൊന്നു കഴിഞ്ഞു. അവ സംഭവിക്കുകയാണ്. സീതയെ കൊണ്ടുവന്ന് എന്റെ ആശ്രമത്തിൽ നിർത്തിയിട്ട് പോയി എന്ന് അദ്ദേഹം എഴുതുമ്പോ പുറത്തൊരു സ്ത്രീയുടെ കരച്ചിൽ കേൾക്കുകയാണ്. അത് സീതയാണ്. എന്റെ ആശ്രമത്തിൽ ഒരു പെൺകുട്ടിയെ കൊണ്ട് ഉപേക്ഷിക്കാനും മാത്രം ദുഷ്ടൻ ആരാണ് എന്നാണ് അദ്ദേഹം ആദ്യം മനസ്സിൽ വിചാരിക്കുന്നത്. ഞാൻ എഴുതിയ കഥയാണ് ഈ സംഭവിക്കുന്നതെന്ന് പറയുന്നില്ല. അതായത് രാമമന്ത്രത്തിൽ സിദ്ധിയുള്ളവൻ എന്ത് വിചാരിക്കുന്നോ അത് മെറ്റീരിയലൈസ് ചെയ്യും. കാരണം മനസ്സാം ആകാശത്തെ പ്രാണനോട് ഇണക്കി മനനം ചെയ്തിടിൽ തൽക്ഷണം അത് സാധ്യം എന്ന് അഗസ്ത്യരുടെ എഴുത്തുണ്ട്. അപ്പൊ ആകാശമാകുന്ന ശിവനിലേക്ക് മനസ്സാകുന്ന പ്രാണനാകുന്ന, അല്ലെങ്കിൽ മനസ്സാകുന്ന ആകാശത്തിലേക്ക് പ്രാണനാകുന്ന ശക്തിയെ ചേർക്കാൻ പറ്റിയാൽ, ശിവനിലേക്ക് ശക്തിയെ ചേർക്കാൻ പറ്റിയാൽ എന്താണോ സൃഷ്ടി അത് പ്രപഞ്ചത്തിൽ ഉണ്ടാവും. അപ്പൊ ഞാൻ എന്റെ കയ്യിൽ എനിക്കതിന് ശേഷിയുണ്ടെങ്കിൽ, എന്റെ മനസ്സിനെ എനിക്ക് പ്രാണനോട് ഇണക്കാനായിട്ടുള്ള ശേഷിയുണ്ടെങ്കിൽ, ഞാൻ എന്റെ കയ്യിൽ കൊട്ടത്തേങ്ങ എന്ന് വിചാരിച്ചാൽ കൊട്ടത്തേങ്ങ ഉണ്ടായി വരും. ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ട്. അപ്പോ ആ വാൽമീകി എന്താണോ എഴുതിക്കൊണ്ടിരുന്നത് അത് സംഭവിച്ചുകൊണ്ടേയിരുന്നു. അവസാനം ഈ രാമനെ ശപിച്ചു അത്ര, ഈ പെണ്ണിനെ ഇവിടെ കൊണ്ട് നിർത്തിയവനെ അവൻ കഷ്ടപ്പെടട്ടെ എന്ന്, വിരഹദുഃഖം അനുഭവിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹം ശപിച്ചിട്ട് ഇദ്ദേഹം കയ്യിൽ വെള്ളം എടുത്ത് എറിഞ്ഞു അത്ര. എറിഞ്ഞു കഴിഞ്ഞ് കയ്യിലേക്ക് നോക്കുമ്പോൾ കയ്യിലെ മാംസം കാണാനില്ല, കൈവെള്ളയിലെ മാംസം പകുതിയില്ല. അപ്പൊ നോക്കുമ്പോ എന്താ വെച്ചാൽ വരുണൻ നഖം കൊണ്ട് അള്ളിപ്പിടിച്ച് കിടക്കുകയാണ് ജലത്തിലെ വരുണൻ. കാരണം വരുണൻ അറിയാം ആരുടെ അടുത്തേക്കാണ് ഈ ശാപമായിട്ട് പോകുന്നതെന്ന്. ആരാണോ ശാപത്തെ സത്യമാക്കുന്ന രാമൻ, അവന്റെ അടുത്തേക്കാണ് ഈ ശാപമായിട്ട് ഇദ്ദേഹം പോകുന്നത്. പോയാൽ ചിലപ്പോ പ്രളയത്തിന് മുന്നേ തന്നെ എന്റെ പണി കഴിയുമെന്ന് കരുതിയ വരുണൻ അള്ളിപ്പിടിച്ച് കിടന്നു അത്ര കയ്യില്, പോവാതിരിക്കാൻ. അങ്ങനെയാണ് മാംസം പറഞ്ഞു പോകുന്നത്. അപ്പോഴാണ് ഇദ്ദേഹത്തിന് റിയലൈസ് ചെയ്യുന്നത്, ഞാൻ ശപിക്കുന്നത് ആക്ച്വലി സാക്ഷാൽ രാമനെയാണ് ഞാൻ ശപിക്കുന്നത്. അപ്പോഴാണ് അദ്ദേഹം എഴുതുന്നത് സംഭവിക്കുന്നു എന്നുള്ള ബോധം അപ്പോഴാണ് അദ്ദേഹത്തിന് പോലും വരുന്നത്. അപ്പൊ നിങ്ങൾ അറിഞ്ഞോ അറിയാണ്ടോ പോലും ഈ താരകമന്ത്രത്തിൽ നിങ്ങൾ സിദ്ധി വരുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലോകത്തെ നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യാം. നിങ്ങളുടെ ലോകം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. നിങ്ങളുടെ ഓരോ ദിവസവും നിങ്ങൾ വിചാരിക്കുന്നത് പോലെ കൊണ്ടുപോകാൻ പറ്റും. ഇപ്പൊ കലിസന്ധാരണ മന്ത്രത്തിലൊക്കെ ഹരേ രാമ എന്നുള്ള മന്ത്രം എത്രയോ തവണ റിപ്പീറ്റ് ചെയ്തു പോകുന്നു. ഈ രാമ എന്നുള്ള മന്ത്രം എത്ര തവണ നമ്മൾ ഒരു ജീവിതത്തിൽ എത്ര പ്രാവശ്യം ഉപയോഗിച്ചു പോകുന്നു.
ആ മന്ത്രത്തിൽ നിങ്ങൾ ഒരു കേവല സിദ്ധിക്ക് വേണ്ടി ഒരു 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 6 മാസക്കാലത്തെ കഷ്ടപ്പാട് കൊണ്ട് ഒരു 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 2 ലക്ഷം തവണയുള്ള ജപവും 2000 തവണയുള്ള ഹോമവും 2 ലക്ഷം തവണ ജപവും 20,000 തവണ തർപ്പണവും 2000 തവണ ഹോമവും രണ്ടുപേരെ ഒരു 2 ദമ്പതിമാരെ ഒന്ന് ഈ ശിവനായും മറ്റത് പാർവതിയായിട്ടും കാലുകഴി ചൂട്ടിയാൽ ഈ മന്ത്രത്തിൽ കേവല സിദ്ധി വരും. എന്നിട്ട് നോക്കുക നിങ്ങളുടെ ജീവിതം എങ്ങനെ വിഷ്വലൈസ് ചെയ്ത്, നിങ്ങളുടെ എങ്ങനെ ജീവിതം മാറുന്നു, നിങ്ങൾ എങ്ങനെ കാണുന്നു, കാഴ്ചപ്പാട് പോലെ ജീവിതം ഉണ്ടായി വരുന്നുണ്ടോ ഇല്ലയോ നോക്കും. പാർവതിക്ക് ഉപദേശിക്കാണ്, കഷ്ടപ്പാടിൽ നിന്നുള്ള മുക്തിയാ പറഞ്ഞു കൊടുക്കുന്നത്. രാമന്റെ ആ ഒരു കോൺഷ്യസ്നെസ് നമ്മളുടെ ലൈഫിലേക്ക്, പ്രത്യേകിച്ച് മെറ്റീരിയൽ വേൾഡിലുള്ള ലൈഫ് ഭയങ്കരമായിട്ട് അപ്ലിഫ്റ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. രാമന്റെ ആണ് കോൺഷ്യസ്നെസ്. ഈ രാമമന്ത്രം എല്ലാവർക്കും അറിയാം. ഇതിന്റെ രഹസ്യം ഇതാണ്, ഹര ഉമ. ശ്രീവിദ്യ എല്ലാവരും ചോദിക്കും, ശ്രീവിദ്യാമന്ത്രം നോക്കൂ. ശ്രീവിദ്യാമന്ത്രം ശിവശക്തി സമന്വയാണ്. ശ്രീചക്രം ശിവശക്തി സമന്വയാണ്. രാമമന്ത്രം ശിവശക്തി സമന്വയാണ്. ശിവനും ശക്തിയും തന്നെയാ രാമമന്ത്രവും. കുറഞ്ഞ ഒരു പദ്ധതിയല്ല രാമമന്ത്രം. പണ്ട് നമ്മൾ മുത്തശ്ശിമാര് പറയില്ലേ, ഒന്നും വേണ്ട രാമ രാമ എന്ന് ജപിച്ചാൽ മതി എന്ന് പറയാറില്ലേ. നിങ്ങൾ ഒരു മന്ത്രവും ജപിക്കണ്ട, സന്ധ്യക്കിരുന്ന് രാമ 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 പാഹിമാം രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമാം എന്ന് ജപിക്കുമ്പോ എത്ര തവണ രാമ വന്നു. അത് നിന്നു. ഈ സന്ധ്യാ നാമജപം എന്ന് പറയുന്ന കാര്യത്തെ എന്തോ ഒരു കുറഞ്ഞ പദ്ധതിയായിട്ട് കണ്ട് ഒരു കാലത്ത് ഇപ്പൊ തുടങ്ങിയിട്ടോ എല്ലാവരും ഭംഗിയായിട്ട് ചെയ്തു തുടങ്ങി. ലളിതാ സഹസ്രനാമ ജപം തുടങ്ങി. പല വീടുകളിലും ഭുവനേശ്വരി പൂജ റിപ്പീറ്റ് ചെയ്തു. എല്ലാ ദിവസവും ഭുവനേശ്വരി പൂജയൊക്കെ തനിയെ ചെയ്യുന്ന വീടുകളൊക്കെ എനിക്ക് നന്നായി അറിയാം. പായസമൊക്കെ ഉണ്ടാക്കി അവർ തന്നെ ചെയ്യുന്നവരൊക്കെ ഉണ്ട്. നന്നായി വരട്ടെ. അങ്ങനെ അനുഷ്ഠാനം ചെയ്ത് ഈ ഹൈന്ദവ സമൂഹം ഒന്ന് നന്നാവട്ടെ. ഞാൻ എന്ത് പറഞ്ഞാലും എന്റെ മനസ്സിൽ ഇപ്പോഴും ഹിന്ദുക്കൾ എന്നുള്ള ചിന്തയുള്ളൂ. ഞാൻ എന്നെ വർഗീയവാദിയായിട്ട് കണക്കാക്കിയാൽ എനിക്ക് ഒരു കുഴപ്പമില്ല അതിനകത്ത്. എന്റെ മനസ്സിൽ ഹിന്ദു എന്നുള്ള ചിന്ത എല്ലാ സമയത്തും ഉണ്ട്. ജാതി വർണ്ണം വെറി ഈ സാധനങ്ങളെ ആദ്യം എടുത്ത് തോട്ടിക്കളയണം. നേഴ്സിന് മാറ്റാൻ കഴിയാത്ത ജാതിയില്ല. കോവിഡിന് ശേഷമാണ് ശർമാജി ഞാൻ കണ്ടിട്ടുള്ളത് നമ്മളുടെ ഹിന്ദു സമൂഹത്തിന് ഒരു ഉണർവ് ഉണ്ടായിട്ടുണ്ട് കോവിഡിന് ശേഷം. അതിനു മുമ്പ് അതെന്താ വെച്ചാല് വീട്ടിലിരുന്ന് നാമം ജപിക്കാൻ നേരം കിട്ടി. എനിക്ക് തോന്നണം അതാ. അതോ കോൺഷ്യസ്നെസ്സിന് ഒരു ഷിഫ്റ്റ് ഉണ്ടായി, എനിക്കറിയില്ല. അതിന് മുമ്പ് ഷിഫ്റ്റ് ഉണ്ടായിട്ടുണ്ട്. കാരണം ഭൂമിക്ക് ഒരു 1 ഡിഗ്രി വേരിയേഷൻ വരികയും ഈഥറിന്റെ പ്രസൻസ് അന്തരീക്ഷത്തിൽ കൂടുകയൊക്കെ ചെയ്ത ഒരു കാലം ഉണ്ടായിട്ടുണ്ട് ഈ ഇടയ്ക്ക്. അപ്പൊ ആ സമയത്ത് ശരിയാണ് ഒരു ഉണർവ് ഉണ്ടായിട്ടുണ്ട്. അത് പറയാൻ ഞാൻ കാരണം, ഞാൻ ആ സമയങ്ങളിലൊക്കെ ഞാൻ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരുടെ അടുത്ത് ഇതിനെപ്പറ്റിയൊക്കെ ഇങ്ങനെ പ്രീച്ച് ചെയ്യുമായിരുന്നു. ജസ്റ്റ് ഇങ്ങനെ പറയുമായിരുന്നു, ഇങ്ങനെ സംഭവം യോഗ ഇങ്ങനെയാണ് ഇതൊക്കെയാണ് എന്നൊക്കെ പറയുമ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ വിമർശിച്ചിട്ടുള്ളത് ഹിന്ദുക്കൾ തന്നെയായിരുന്നു. ഏറ്റവും കൂടുതൽ വിമർശിച്ചിട്ടുള്ളത്, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇപ്പൊ പറയുമ്പോൾ. അതില് അങ്ങനെ വിമർശിച്ച ഒരാള് അദ്ദേഹം ഓൺലൈൻ യോഗ പഠിപ്പിക്കുക, ആ ഒരു സ്റ്റേറ്റിലേക്ക് വരുന്നുണ്ട്. ഇപ്പൊ നല്ലൊരു ഒരു ഫേസ് ലിഫ്റ്റ് നടന്നിട്ടുണ്ട് നമ്മളുടെ സമൂഹത്തിൽ. അത് വരട്ടെ, അങ്ങ് പറഞ്ഞ പോലെ അത് നല്ലൊരു കാര്യമാണ്. നന്നാവട്ടെ. ഞാൻ പറഞ്ഞത് ലോകം നന്നാവട്ടെ. ഈ ഹൈന്ദവരൊന്ന് ഉണരട്ടെ. എല്ലാവർക്കും ഈ യോജിപ്പ് ഇവിടെ ഞാൻ മനസ്സിലാക്കി. എല്ലാവരും എന്ത് ചോദിച്ചു വന്നാലും ഇതിൽ നെഗറ്റീവായിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവർ ജപിക്കുക, സാധന ചെയ്യുക, ഇത്തരം കാര്യങ്ങളോട് പൊതുവെ താല്പര്യമില്ലാത്ത ഒരു വിഭാഗമുണ്ട്. ഇവര് പൊതുവെ പറയുന്ന ഒരു അഭിപ്രായം എന്ന് പറയുന്നത് സ്വധർമ്മേ നിധനം ശ്രേയ പരധർമ്മോ ഭയാവഹ എന്നുള്ളൊരു ശ്ലോകം എടുത്തോണ്ട് വരും. നിന്റെ ജോലി എന്താണ്? ആശാരിയാണോ? അപ്പൊ നീ ആശാരിയായിട്ടിരുന്നാൽ മതി. നീ മന്ത്രോപാസന ചെയ്യാൻ പാടില്ല, മന്ത്രവാദം പഠിക്കാൻ പാടില്ല. നിന്റെ ജോലി ചെരുപ്പൂത്തുന്നാണെങ്കിൽ നീ അത് ചെയ്താൽ മതി, നീ ഇത് ചെയ്യരുത്. നിന്റെ ജോലി ക്ഷത്രിയനാണെങ്കിൽ നീ വേദം പഠിച്ചിരുത്. ഇമാതിരി കാര്യങ്ങളുമായിട്ടാണ് ഇവർ വരുന്നത്. അവർ പറയപ്പെടുന്ന ആ ഒരു സാധനം എടുത്തോണ്ട് വരുന്നത് സ്വധർമ്മേ നിധനം ശ്രേയ എന്നുള്ള വാക്കിൽ നിന്നാണ്. അപ്പം എന്താണ് ധർമ്മം? അവനവന്റെ ധർമ്മത്തിൽ ഉറച്ചു നിൽക്കലാണ് ശ്രേഷ്ഠത. മറ്റൊരാളുടെ ധർമ്മം അനുഷ്ഠിച്ചാൽ അവനവന് ഭയം ഉണ്ടാകും എന്നുള്ള സ്റ്റേറ്റ്മെന്റായി പറഞ്ഞു വരുന്നത്. ശരി, എന്താണ് ധർമ്മം എന്ന് ആദ്യം ആലോചിച്ച് നോക്കൂ. ഈ ധർമ്മം എവിടെ നിന്നുണ്ടായി? ധർമ്മം വർണ്ണത്തിന്റെ അടിസ്ഥാനപ്പെടുത്തിയാണ് ധർമ്മം വരുന്നത്, അല്ലെ? ഒരു വർണ്ണം ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ, ഈ 4 വർണ്ണങ്ങളിൽ പെടുന്നവര് ചെയ്യേണ്ടുന്നതിനെയാണ് ധർമ്മം എന്ന് പറയുന്നത്, ആണല്ലോ. അപ്പോ ഈ വർണ്ണം എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുണ്ടായി? അപ്പോ ഈ ഗുണവും കർമ്മവും ആരാണ് തീരുമാനിച്ചത്?
അത് അവനവന്റെ ജീവിത സാഹചര്യമാണ് തീരുമാനിക്കുന്നത്. അപ്പം ജീവിത സാഹചര്യത്തിനനുസരിച്ച് ഗുണവും കർമ്മവും മാറിയാൽ ജീവിത സാഹചര്യത്തിനനുസരിച്ച് അവനവന്റെ വർണ്ണം മാറും. വർണ്ണം മാറിയാൽ അവനവന്റെ ധർമ്മവും മാറും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ സന്ധ്യാവന്തനം കഴിച്ചു, നിങ്ങൾ ബ്രാഹ്മണ്യം എന്ന് പറയുന്ന വർണ്ണത്തെ നിങ്ങൾ സ്വീകരിച്ചാൽ പിന്നെ നിങ്ങൾ ബ്രാഹ്മണനായിട്ട് തന്നെ ആ വർണ്ണത്തെ അനുഷ്ഠിക്കണം. അതാണ് നിങ്ങളുടെ ധർമ്മം. പിന്നെ തിരിച്ചു പോരുത്. തിരിച്ചു പോകേണ്ടത് എപ്പോഴാണ്? ഒരു അടിയന്തര സാഹചര്യം വരുമ്പോൾ. ഉദാഹരണം പറഞ്ഞാൽ രാജ്യം യുദ്ധത്തെ ഫേസ് ചെയ്യാണ്, ആയുധം എടുക്കേണ്ട സാഹചര്യം വരുമ്പോൾ ഈ സകല ആളുകളും ക്ഷത്രിയനായിട്ട് മാറണം. അതാണ് ധർമ്മം. അല്ലാതെ അപ്പൊ ഞാൻ ഓടും, യുദ്ധം ചെയ്യേണ്ടവൻ ചെയ്തോ, ഞാൻ ഓടുകയാണ്, എന്റെ പണി വേദം ജപിക്കലാണെന്നല്ല പറയേണ്ടത്. നമ്മൾ ഈ കേരളത്തില്, ഈ ഭാരതഭൂമിയിൽ നമ്മൾ ചവിട്ടി നിൽക്കുന്നുണ്ട്. ഞാനും ചുവന്ന കൂര് തൊട്ടിട്ടുണ്ട്, ഈ ചുവന്ന ഷോളും ഇട്ട്, ഈ പൂണൂലും ഇട്ട്, എനിക്ക് രുദ്രാക്ഷോട്ട് ഇവിടെ ഇരുന്ന് ഞെളിഞ്ഞിരുന്ന് ഈ ഡയലോഗുകൾ അടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ശിവജിയെ പോലെ, മഹാറാണാ പ്രതാപിനെ പോലെ, പഴശ്ശിരാജാവിനെ പോലെയുള്ള കോടിക്കണക്കിന് ശാക്തേയോപാസകരുടെ ചോര വീണ മണ്ണാണിത്. ഇവിടെ ഇരുന്ന് ഇത് പറയാൻ സാധിക്കണമെങ്കിൽ അവരുടെ അനുഗ്രഹം ഇല്ലാതെ ഇവിടെ ഇരുന്ന് പറയാൻ പറ്റില്ല. അപ്പം യുദ്ധം വന്നാൽ അതിനെ നേരിടാനും ക്ഷത്രിയധർമ്മം അനുഷ്ഠിക്കാനും ആയുധമെടുക്കാനും ഒരു കയ്യിൽ വേദം പിടിക്കാനും ഒരു മടിയും കാണിക്കരുത്. സാക്ഷാൽ വേദമൂർത്തിയായ ബ്രഹ്മാവ് ഇരിക്കുന്നത് തന്നെ ചക്രധാരിയായിട്ടുള്ള വിഷ്ണുവിന്റെ പൊക്കിളിലാണ്, അല്ലേ? അപ്പൊ ഒരു കയ്യിൽ വേദം എടുക്കുകയും മറു കയ്യിൽ ആയുധം എടുക്കുകയും ചെയ്യൽ ഒരു ബുദ്ധിമുട്ടുള്ള സംഗതിയല്ല. അതോടൊപ്പം തന്നെ ശർമ്മ, എനിക്ക് അതിനകത്തൊന്ന് ആഡ് ചെയ്യാനുള്ളത്, നമ്മൾ ഈ ബ്രാഹ്മണ്യത്തിന്റെ ഇതൊക്കെ പറഞ്ഞല്ലോ. അപ്പം എൻ്റെ ഒരു സ്പിരിച്വൽ ഇന്റലിജൻസിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത്, ഒരു ശ്രീകൃഷ്ണന്റെ ഒരു കേസ് തന്നെ നമുക്കെടുക്കാം. പണ്ടുള്ള ആ കാലഘട്ടങ്ങളിൽ ഓരോ പദവി നമ്മൾ ആർജിച്ചെടുക്കുകയായിരുന്നു, ബ്രാഹ്മണ്യം ആർജിച്ചെടുക്കുകയായിരുന്നു. എല്ലാം നമ്മൾ ആർജിക്കണം, ഒന്നും ബൈ ബർത്ത് നിങ്ങൾക്ക് കിട്ടില്ല. അതെ, ആചാര്യൻ എന്നുള്ളത് ആർജിച്ചെടുക്കുമായിരുന്നു, പണ്ഡിറ്റ് ആർജിച്ചെടുക്കുമായിരുന്നു. ശ്രീകൃഷ്ണൻ ഒരു സാധാ ഒരു യാദവ കുലത്തിൽ ജനിച്ച് ഒരു ചെറിയ ലോ ലെവൽ ലൈഫ്, ഇത് മാടിനെയൊക്കെ തീറ്റി ഒരു ലോ ലെവൽ ലൈഫിൽ കൂടെ 64 കലകൾ അഭ്യസിച്ച് ഒരു ക്ഷത്രിയനായി, പിന്നെ ഒരു സ്ട്രാറ്റജിസ്റ്റായി. അത് പെർഫെക്റ്റ് റോൾ മോഡൽ ആണെന്നുള്ളതാണ്. നോക്കി, പെർഫെക്റ്റ് റോൾ മോഡൽ. അതെ, 100% ഉറപ്പാണ്. ഈ ഗീതോപദേശം ചെയ്യുന്ന സ്ഥലത്ത് അദ്ദേഹം എന്താണ്? സാക്ഷാൽ ബ്രഹ്മം തന്നെയാണ്. അതെ, പെർഫെക്റ്റ് സ്ട്രാറ്റജിസ്റ്റായി കാര്യങ്ങളെ എല്ലാം ഹാൻഡിൽ ചെയ്ത് അവസാന ഘട്ടങ്ങളിൽ ഒരു ഹൈ ലെവൽ യോഗിയായി, അതായത് 6 നിലകളും ഇത് ചെയ്ത ഒരു യോഗിയായിട്ടാണ് ശ്രീകൃഷ്ണന്റെ ലൈഫ് സ്പാൻ പോകുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമുക്ക് ഒരു മനുഷ്യ ജന്മത്തിൽ വേണ്ട എല്ലാ കാര്യങ്ങളും ഉള്ള ഒരു പേഴ്സണാലിറ്റിയാണത്. അപ്പൊ അതിൽ തന്നെ പറയുന്നുണ്ട്, ബ്രാഹ്മണ്യം എന്ന് പറയുന്നത് ബ്രാഹ്മണ കുലത്തിൽ ജനിക്കുന്നവനല്ല ബ്രാഹ്മണൻ. ആ ഒരു കോൺഷ്യസ്നെസ് സി, ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഇറച്ചി വെട്ടുന്നവന്റെ ഒരു കോൺഷ്യസ്നെസ് വേറെ, ഇറച്ചി വെട്ടുന്നവനെ കൊണ്ട് താന്ത്രികം ചെയ്യിപ്പിക്കാൻ പറ്റത്തില്ല, അവന് മനസ്സിലാവത്തില്ല. അപ്പൊ ആ ഒരു ലെവലിൽ അവന്റെ കോൺഷ്യസ്നെസ് എത്തിയെങ്കിൽ മാത്രമേ ഒരു താന്ത്രിക വിദ്യ അവന് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഘട്ടം ഘട്ടമാക്കി തിരിച്ചു വെച്ചിരുന്നതാണ്. അല്ല, ഇവിടെ എന്തിനും സ്പേസ് ഉണ്ടല്ലോ. ഇപ്പൊ ഇന്ന് നിങ്ങൾ ഇറച്ചി വെട്ടുകാരന്റെ ജോലി ചെയ്തുകൊണ്ട് നിങ്ങൾ നാളെ ബ്രാഹ്മണനാവാൻ പാടില്ല എന്നില്ല, ഒന്നുമില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഇത് നാളെ ആവാം, ഒരു വിഷമവും. നാളെ നിങ്ങൾക്ക് ഈ ബോധോദയം ഉണ്ടാവുകയും നിങ്ങൾ ഈ ജോലിയിൽ നിന്ന് പിന്തിരിയുകയും ചെയ്താൽ മതി. അതെ, ഋഷിമാരുടെ ചരിത്രം എടുത്താൽ മതി. കോൺഷ്യസ്നസ്, അതാണ് ഇമ്പോർട്ടന്റ്. അതെ, എല്ലാ ഋഷിമാരുടെയും ചരിത്രം നോക്കിയാൽ മതി. ഇതുപോലെ എന്തെങ്കിലുമൊക്കെ അവരുടെ പൂർവ്വചരിത്രത്തിൽ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും പലതും കണ്ടിട്ടുണ്ടാവും. പക്ഷെ അതിൽ നിന്ന് മുക്തനായിട്ട് നോക്കൂ, നമ്മുടെ വാസനയെ ക്ഷയിപ്പിക്കുന്നത് കർമ്മങ്ങൾ കൊണ്ടാണ്. അല്ലെങ്കിൽ നമുക്ക് അതുപോലെ അനുഗ്രഹം കിട്ടണം, നമ്മുടെ ഒരു വാസന ക്ഷയിച്ചു പോകണമെങ്കിൽ. അപ്പൊ നിങ്ങൾക്ക് കുറച്ചു കാലം ഇന്നത് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് വാസന ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ചെയ്തു കഴിയുമ്പോൾ വാസന മാറും. അത് ഈ ജന്മത്തിലും അതെ. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ മസാലോശ തിന്നാൻ ആഗ്രഹം തോന്നിയാൽ നമ്മൾ മസാലോശ തിന്നുന്നതോട് കൂടിയിട്ട് അത് അവസാനിക്കുകയാണ്. സൈക്കിള് ചവിട്ടാൻ ആഗ്രഹം തോന്നുന്നത് സൈക്കിള് വാങ്ങിച്ചു കിട്ടി,
നമ്മൾ ആദ്യമായിട്ട് സൈക്കിൾ ചവിട്ടുമ്പോൾ ഒന്നോ രണ്ടോ മാസം കൊണ്ട് നമ്മുടെ ആഗ്രഹം തീരല്ലോ. ഇപ്പൊ സൈക്കിൾ ചവിട്ടാൻ തോന്നുന്നില്ലല്ലോ. ഇതുപോലെ മുക്തി, വാസനാമുക്തി വരുത്താനായിട്ട് എല്ലാവർക്കും അധികാരമുണ്ട്. എനിക്കുണ്ടെങ്കിൽ ആ അധികാരം അങ്ങേക്കും അതിന് ചുറ്റും നമ്മളെ കേൾക്കുന്ന സകല ആളുകൾക്കും ഈ വാസന ക്ഷയിപ്പിക്കാനുള്ള അധികാരവും, അതാണ് അവരുടെ ജോലി എന്ന് പറയുന്നത്. അപ്പം അത് ചെയ്യുന്നത് കണ്ടുകൊണ്ട് നമ്മളേതാണ്ട് കേമനാണ്, മറ്റുള്ളവരൊക്കെ മോശമാണ്, അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ എന്നെങ്കിലും ഇപ്പൊ ഈ മന്ത്രോപദേശം തന്ന ഗുരുനാഥൻ അവസാനം പറഞ്ഞ വാക്കുണ്ട്, ഈ പ്രപഞ്ചത്തിൽ നമ്മൾ എന്തോ സ്പെഷ്യൽ ആണെന്ന് എന്ന് തോന്നുന്നോ അന്ന് സകല സാധനങ്ങളും ഊരി മാറ്റിയിട്ട് വീണ്ടും ആദ്യം മുതൽ പുരസ്കരണ ചെയ്യണം. വഴിതെറ്റി സെൽഫിന്റെ നാശമാണ്. ഇനി ആദ്യം മുതൽ തുടങ്ങണം, ഒന്നേന്ന്. അതാണ് അതിന്റെ സ്ഥിതി എന്ന് പറയുന്നത്. അപ്പം ഈ എനിക്ക് ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഈ ഗുരുപദേശങ്ങൾ മാത്രമേ എൻ്റെ കയ്യിൽ ഇങ്ങനെ ഗുരുവാണി പോലെ ഞാനിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കൊണ്ടു നടക്കുന്നുള്ളൂ. എനിക്ക് യോഗവാസിഷ്ഠ അറിയില്ല, ഞാൻ യാജ്ഞവൽക്യ സംഹിത പഠിച്ചിട്ടില്ല, നാരദ ബ്രഹ്മസൂത്രം എനിക്കറിയില്ല, ഞാൻ 4 വേദങ്ങളെ പറ്റി ചോദിച്ചാൽ എനിക്ക് വലിയ പിടിയൊന്നുമില്ല, ഈവൻ മഹാഭാരതത്തിൽ എത്ര ശ്ലോകം ഉണ്ടെന്ന് ചോദിച്ചാലും എനിക്കറിയില്ല. ഇതൊക്കെ പഠിച്ചിട്ടാണ് ഒരാൾ ഗുരുവാകേണ്ടത്. എന്നെ ഗുരു എന്ന് വിളിക്കരുത്, ഞാൻ ഇസ്പയുടെ 7-ാം കൂലിയാണ്. പക്ഷെ എനിക്ക് ഗുരുനാഥൻ എന്ന ഉപദേശങ്ങൾ, എനിക്ക് സ്വന്തമായിട്ട് മനനത്തിലൂടെ തെളിഞ്ഞ കാര്യങ്ങളും ഞാൻ എൻ്റെ ജീവിതത്തിൽ ഫോളോ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇനിയും ആ ഒരു വഴിയിലൂടെ പോകാനേ എനിക്ക് താല്പര്യമുള്ളൂ. ഇനി ഒരു ഗ്രന്ഥം പഠിക്കാനും, പുതിയൊരു ഗ്രന്ഥം ഗുരുനാഥനോട് നമ്മൾ അദ്ദേഹത്തോടെ നമ്മൾ ചോദിക്കുകയാണ്, ഇങ്ങനെ വസിഷ്ഠൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, വസിഷ്ഠൻ അങ്ങനെ പലതും പറഞ്ഞിട്ടുണ്ട്, തനിക്ക് എന്താണെന്ന് അറിയാൻ താൻ പറ, തനിക്ക് മനസ്സിലായത് താൻ പറ. വസിഷ്ഠൻ പറഞ്ഞ അദ്ദേഹം എഴുതി വെച്ച് കഴിഞ്ഞല്ലോ, അങ്ങനെയാണ് പറയുന്നത്. അല്ലാതെ നീ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അതുപോലെ പാടുള്ളൂ എന്നല്ല. നമ്മളുടെ ഉള്ളിലേക്ക് ഡൗൺലോഡ് ചെയ്യപ്പെടണം നോളജ്. നമുക്ക് വേണ്ടി ഒരു നോളജ് ഉണ്ട്, നമുക്ക് വേണ്ടി മാത്രം ഒരു നോളജ് ഉണ്ട്. നോളജ്, അറിവെന്ന് പറഞ്ഞ സാധനം അതിന് നിറവുണ്ടാകുന്ന ശൂന്യതയിൽ നിന്നാണ്. അതെ അതെ, അത് തന്നെ. ശൂന്യതയാണ് അറിവിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അപ്പൊ ആ ശൂന്യതയിൽ നിന്ന് അറിവ് ഓരോരോ നാമ്പ് പോലെ ഉണ്ടായി വരികയും നമ്മുടെ ചോദ്യങ്ങൾക്കെല്ലാം ഈ പ്രപഞ്ചത്തിന്റെ മനസ്സ്, ബുദ്ധി, ബോധം, കോൺഷ്യസ്നസ് ഇതെല്ലാം നമ്മുടെ ചോദ്യങ്ങളെ അഡ്രസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഒറ്റ കുഴപ്പമെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ചിത്തം എന്ന് പറയുന്നത് മെസ്സാണ്. ഈ കർമ്മേന്ദ്രിയങ്ങളിൽ നിന്നും ജ്ഞാനേന്ദ്രിയങ്ങളിൽ നിന്നും വരുന്ന സിഗ്നലുകളെ നമ്മുടെ ഈ ചിത്തം, മനസ്സും ബുദ്ധിയും ചേരുന്ന ഈ ചിത്തത്തിന്റെ സ്ക്രീനിൽ വല്ലാത്ത നോയ്സ് അവിടെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അതിനിടയിൽ നിന്ന് സാക്ഷാൽ ബ്രഹ്മചൈതന്യമായിട്ടുള്ള പ്രപഞ്ചത്തിൽ നിന്ന് വരുന്ന ആ സിഗ്നലുകളെ തിരിച്ചറിയാനായിട്ട് നമുക്ക് പറ്റുന്നില്ല. ആ പറ്റാത്തത് കൊണ്ട് മാത്രമാണ് നമുക്ക് ഇൻഡ്യൂഷൻസ് ഉണ്ടാവാത്തത്. എല്ലാ ഇല്യൂഷൻസ് മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. അപ്പോൾ ഈ ഇൻഡ്യൂഷനെ തിരിച്ചറിയാൻ സാധിക്കുന്നിടത്താണ് നമ്മുടെ വിജയം. നമ്മളായിട്ട് ലൈബ്രറി സൂക്ഷിക്കേണ്ട, നമുക്ക് വേണ്ടി പ്രപഞ്ചം അത് ചെയ്തിരിക്കുന്നു. നമ്മളായിട്ട് ഒരു തരത്തിലുള്ള അറിവും എഴുതി വെക്കേണ്ട, അതെല്ലാം പ്രപഞ്ചം ചെയ്തു വെച്ചിരിക്കുന്നു. നമ്മളായിട്ട് ഇനി ഒരു സംഗീതം പഠിക്കേണ്ട, അത് പ്രപഞ്ചം ചെയ്തു വെച്ചിരിക്കുന്നു. സകല സാധനവും പ്രപഞ്ചം പണ്ടേ ചെയ്തു വെച്ചിരിക്കുകയാണ്. ഒറ്റ കാര്യമുള്ളൂ, അറിവിന് യോഗ്യനായി തീരുക. ആ യോഗ്യത എന്ന് പറയുന്നത് ശൂന്യത കൊണ്ടും നിശബ്ദത കൊണ്ടുമാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അല്ലാതെ പാണ്ഡിത്യം കൊണ്ടും പുസ്തകങ്ങളുടെ എണ്ണം കൂട്ടിയിട്ടുമല്ല ഇത് ഉണ്ടാക്കിയെടുക്കേണ്ടത്. എന്നുള്ള ബോധം എപ്പോ ഉണ്ടാവുന്നോ ആ നിമിഷം നമ്മുടെ വഴി ശരിയായി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയ ഒരു ചെറിയ കാര്യം. കാരണം പുസ്തകങ്ങൾ അന്വേഷിച്ച് നടന്ന കാലത്തും ഇത് പഠിച്ചു നടന്ന കാലത്തും ഈ ഒരു അറിവിലേക്ക് എത്തിപ്പെടാനായിട്ട് എവിടെയോ പോയി കിടക്കുമായിരുന്നു, എവിടെയോ എത്തിയിട്ടില്ലായിരുന്നു. ഇപ്പോഴാണ് അത് ഏകദേശം ആ ഒരു വഴിയിലേക്ക് നമ്മൾ കയറി നമുക്ക് മനസ്സിലായത്. നമുക്കറിയാലോ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഈ അനുഭവങ്ങളും ഈ സിദ്ധപരമ്പരകളിൽ നിന്നുണ്ടാകുന്ന അനുഭവങ്ങളും സിഗ്നലുകളും ഇതൊക്കെ തന്നെ നമ്മൾ പോകുന്ന വഴി ശരിയാണെന്ന് ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ. ഇപ്പൊ ഇവിടുന്ന് ശബരിമലയ്ക്ക് പോകുമ്പോൾ നമ്മൾ ഓരോ ജംഗ്ഷനിലെത്തുമ്പോഴും ശബരിമല എന്ന് പറഞ്ഞ ആരോ മാർക്ക് കാണുന്നുണ്ടല്ലോ. എന്ന് പറയുന്നത് പോലെ ഈ ശബരിമല നമ്മളിപ്പോ ഈ ഇങ്ങോട്ടുള്ള ഈ വഴിയിൽ ഈ ശൂന്യമായ ബ്രഹ്മത്തിലേക്കുള്ള വഴിയിലേക്കുള്ള ആരോ മാർക്കുകൾ ഓരോ വഴിയിലും കണ്ടു തുടങ്ങി. ഇനിയോ എത്രയോ കിലോമീറ്ററുകൾ ദൂരങ്ങൾ പോകാൻ കിടക്കാണ്. പക്ഷെ ആ വഴിയിൽ എത്തിപ്പെട്ടാൽ ഈ ട്രെയിൻ ട്രാക്കിൽ കയറിയ പോലെയാണ്. ഇവിടുന്ന് പഞ്ചാബിലേക്കുള്ള ട്രെയിൻ ആണെങ്കിൽ ആ ട്രാക്കിൽ വന്നാൽ ഇത് പഞ്ചാബിൽ ചെന്നിരിക്കും എന്ന് പറയുന്ന പോലെ നമ്മൾ ആ ട്രാക്കിലേക്ക് പല സ്റ്റേഷനുകൾ ഉണ്ടായിരിക്കാം, പക്ഷെ അതുണ്ടാവും. പലരും കണ്ണാണിക്കും, പലരും സിഗ്നലുകൾ തരും, ബ്ലോക്ക് ചെയ്യും, ഒക്കെ ചെയ്യും. പക്ഷെ എന്നാലും നമ്മുടെ വഴി ഒരു കാലത്തും വഴിമുട്ടില്ല. ആ വഴിയിലൂടെ നമ്മളെ ഇത് നടത്തിക്കൊണ്ടേയിരിക്കും. ഈ ജന്മത്തിൽ അല്ലെങ്കിൽ അടുത്ത ജന്മത്തിൽ ഇതിന്റെ തുടർച്ച ഉണ്ടാവും. ശർമാജി, നമ്മൾ ഭാഗങ്ങളിലേക്ക് തിരിച്ചു വരുവാണെന്നുണ്ടെങ്കിൽ ഇത് എൻ്റെ ചെറുപ്പകാലങ്ങളിലുള്ള ലൈഫ്, ഞാൻ പറഞ്ഞല്ലോ ആ ഹരിപ്പാട് ഏരിയയിലൊക്കെ ഉള്ള ആ ഒരു ലൈഫിനെ ബേസ് ചെയ്തിട്ട് ഞാൻ ചോദിക്കുകയാണ്.
നമ്മളുടെ ഇടയിൽ നമ്മൾ അറിയാതെ ഒരു നാഗസമൂഹം ജീവിക്കുന്നുണ്ടെന്ന് ശർമാജിക്ക് തോന്നുന്നുണ്ടോ? നമ്മൾ അറിയാതെ ഒരു 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 സെറ്റ് ഓഫ്, അവർക്ക് ഒരു ലോകമുണ്ട്. അത് സൂക്ഷ്മമായിരിക്കാം, സ്ഥൂലമായിരിക്കാം, നമ്മൾ അറിയില്ല. അങ്ങനെ ഉണ്ടെന്ന് ശർമാജിക്ക് തോന്നിയിട്ടുണ്ടോ? ഉണ്ടല്ലോ. അത് എന്താ അതിനകത്ത് പ്രത്യേകിച്ചൊന്നുമില്ല. ഞാനത് പറയാനൊരു കാരണമുണ്ട്. ഞാൻ ചെറുപ്പത്തില് ഞാനൊരു ബോർഡിംഗ് സ്കൂളിലൊക്കെയാണ് ഇനീഷ്യൽ എൻ്റെ പഠനം. അങ്ങനെ ആയിരുന്നെങ്കിലും വെക്കേഷൻ ടൈമിൽ ഞാൻ ഈ ഹരിപ്പാട് എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ വരുമായിരുന്നു. അങ്ങനെ നമുക്കൊരു ഒരു ഒരു തറവാട് വീട് പോലൊക്കെ ഉണ്ട്. ആ വീടിന് ചുറ്റും, വീടിൻ്റെ ആ ഒരു പ്രമിസിസിൽ തന്നെ ഒരു ചെറിയ കുളം പോലത്തെ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ചെറുപ്പത്തിൽ ഞാനും എൻ്റെ കസിൻ സിസ്റ്റേഴ്സും ഒക്കെ ആയിട്ട് ഈ കുളത്തിലൊക്കെ കുളിച്ചൊക്കെയാണ് ഡെയിലി അവിടെയൊക്കെയാണ് കളിക്കുന്നതൊക്കെ, ഫുൾ ടൈം 24 hours. അപ്പോൾ ഒരു ദിവസം ഈ കുളം വറ്റിക്കാമെന്ന് തീരുമാനിക്കുകയാണ്. അവിടുത്തെ കുടുംബക്കാരും അവിടെ നെയ്ബറിങ് വീട്ടുകാരും എല്ലാം കൂടെ ചേർന്ന് അത് വറ്റിക്കാമെന്ന് തീരുമാനിക്കുമ്പോൾ, അങ്ങനെ മോട്ടർ അടിച്ച് വറ്റിച്ചു കഴിഞ്ഞപ്പോഴാണ് കാണുന്നത്, ഞാൻ എൻ്റെ ലൈഫിൽ ഇത്രയും പാമ്പുകളെ ഞാൻ കണ്ടിട്ടില്ല ഒരുമിച്ച്. ഒരു കൂന കൂട്ടിയിട്ടാൽ എങ്ങനെ ഇരിക്കും പാമ്പുകളൊക്കെ ഉണ്ട്, അതുപോലെ പാമ്പുകൾ ഈ ചെറിയ കുളത്തിൽ ഉണ്ടായിരുന്നു. ഈ വളരെ ചെറിയ കുളം, അതിനകത്ത് ഇത്രയും പാമ്പുകൾ ഉണ്ടായിരുന്നു. ഞങ്ങൾ എത്രയോ വർഷങ്ങളായിട്ട് പിള്ളേർ അവിടെ കളിച്ച് ഇത് ചെയ്ത് കുളിക്കുക, അതിനകത്ത് ഇറങ്ങി കുളിക്കുക, അതിനകത്ത് ഇറങ്ങി പട്ടിയെ കുളിപ്പിക്കുക, എല്ലാ പരിപാടിയും ചെയ്യുവാൻ. നമ്മൾ ഇതേപോലെ ഒരു പാമ്പിനെ പോലും അതിനകത്ത് കണ്ടിട്ടില്ല. ഇത്രയും സാധനം ഇതിനകത്തുള്ള കാര്യം നമ്മൾ അറിഞ്ഞിട്ടില്ല. അതൊക്കെ എന്താണ് ശർമാജി? ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? നമ്മളിപ്പോ ഈ കാണുന്ന ഇഴയുന്ന സർപ്പങ്ങൾ, നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന പാമ്പുകളുണ്ടല്ലോ, രാജവമ്പാല വരെയുള്ള എല്ലാ സർപ്പങ്ങളും സർപ്പ വിഭാഗത്തിലെ ഏറ്റവും ചെറിയ ആളുകളാണ്. സാക്ഷാൽ സർപ്പങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ കണ്ണുകൊണ്ട് ഒന്നും കാണാൻ നമുക്ക് സാധ്യമല്ല. കാരണം എന്താന്ന് വെച്ചാല് അവരുടെ ഊർജ്ജമണ്ഡലം ആ തലത്തിലാണ്. നമ്മളുടെ എനർജി എന്ന് പറയുന്ന സാധനത്തിനെ കൊണ്ട് നമുക്ക് കാണാവുന്നതിനെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ആ തലം വരെയുള്ള വിഷനെ നമുക്കുള്ളൂ. പക്ഷെ ഋഷീശ്വരന്മാര്, തപസ്വികളായിട്ടുള്ള ആളുകൾ നമ്മുടെ പ്രസൻസ്, നമ്മുടെ നാട്ടിൽ തന്നെ പ്രസന്റ് ആണ് അവര്. ഇപ്പൊ അഗസ്ത്യരോ വസിഷ്ഠനോ വ്യാസനോ പോലുള്ള എല്ലാവരും ഇവിടെ ഉണ്ട്. പക്ഷെ അവരുടെ ഊർജ്ജ തലത്തിലേക്ക് നമ്മൾ എത്താത്തതുകൊണ്ടാണ് നമുക്ക് അവരെ പ്രാപ്യമല്ലാത്തത്. പക്ഷെ അങ്ങനെയുള്ള ആളുകൾക്ക് ഈ സർപ്പങ്ങളുടെ ഉയർന്ന തലത്തിലുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും. അവരുടെ തലത്തിൽ അവർ നമ്മളെ പരസ്പരം കാണുന്ന പോലെ തന്നെ അവരും കാണുന്നുണ്ട്. അതിൽ ഏറ്റവും ഡൂക്കിളികളെ നമ്മളും കാണുന്നുണ്ട്, കാവുകളിലും ഒക്കെ പാമ്പായിട്ട് കാണുന്നുണ്ട്. പക്ഷെ അതല്ല, വാസ്തവത്തിൽ മഹാസർപ്പങ്ങളുണ്ട്. ഈ 9 സർപ്പങ്ങളിൽ പെടുന്ന അതല്ലാത്ത അതിലൊക്കെ ഒരുപാട് താഴേക്ക് പോകുന്ന ഒരുപാട് സർപ്പങ്ങൾ, അസംഖ്യം, ഒരു 64 കോടി സർപ്പങ്ങളൊക്കെ ഏകദേശം ആ വലുപ്പത്തിലൊക്കെ തന്നെ നമ്മുടെ ഭൗമണ്ഡലത്തിൽ തന്നെ അവര് സൂക്ഷ്മരൂപികളായിട്ട് വസിക്കുന്നുണ്ട്. നമ്മുടെ കാവുകളെല്ലാം അവരെ ഉദ്ദേശിച്ച് തന്നെയാണ് ഈ കാവുകളൊക്കെ വെച്ചിരിക്കുന്നത്. ആ കാവിലെ ഊർജത്തിന്റെ ഗതിവിഗതികളെ നിയന്ത്രിക്കുന്നത് മുഴുവനും ഈ സർപ്പ രാജാക്കന്മാരാണ്, സർപ്പങ്ങളാണ് അവർ നിയന്ത്രിക്കുന്നത്. ഈവൻ ഭൂമിയിലെ നാഡീവ്യവസ്ഥ, ഭൂമിയുടെ നാഡീവ്യവസ്ഥ, പ്രപഞ്ചത്തിന്റെ നാഡീവ്യവസ്ഥ, സകല സാധനത്തെയും കൺട്രോൾ ചെയ്യുന്നത് സർപ്പങ്ങളാണ്. അതെല്ലാം സർപ്പങ്ങൾ തന്നെയാണ്. ഉദാഹരണം പറഞ്ഞാല് യഥാ ബ്രഹ്മാണ്ട തഥാ പിണ്ടാണ്ട എന്നാണ്. എന്റെ ശരീരം എന്താണോ അത് തന്നെയാണ് പ്രപഞ്ചം. അപ്പൊ ദേഹത്ത് രക്തത്തെയും ഊർജത്തെയും ചംക്രമണം ചെയ്യാൻ വേണ്ടി ഞരമ്പുകളും നാഡികളും എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത്, അതേപോലെ തന്നെ പ്രപഞ്ചത്തിലെ ഊർജത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനും കൊണ്ടു നടക്കാനും ഭൂമിയിലെ ഊർജത്തെ ഗതിവിഗതികളെ നിയന്ത്രിക്കാനും ഒക്കെ ആയിട്ട് ഈ നാഡീവ്യവസ്ഥ ഭൂമിക്കുമുണ്ട്, അതുപോലെ തന്നെ പ്രപഞ്ചത്തിനുമുണ്ട്. പ്രപഞ്ചത്തിന്റെ നാഡീവ്യവസ്ഥയാണ് പ്രപഞ്ചത്തിലെ സർപ്പങ്ങൾ എന്ന് പറയും. ഭൂമിയിലെ നാഡീവ്യവസ്ഥ ഭൂമിയിലെ സർപ്പങ്ങളാണ്. അവനവന്റെ ദേഹത്തുള്ളത് നാഡീവ്യവസ്ഥയാണ്. അപ്പോ സർപ്പങ്ങൾക്ക് എന്തെങ്കിലും ക്ഷതം സംഭവിച്ചാല്, കാവുകൾക്ക് ദോഷം വന്നാല് ഒക്കെ തന്നെയും ആദ്യം ബാധിക്കുന്നത് നാഡികളെയാണ്. അത് പറയാൻ തന്നെ അറിയാലോ നാഡീവ്യവസ്ഥ എങ്ങനെയാ ബാധിക്കുന്നത്. ഓരോ തരത്തിലുള്ള ശ്വാസമുട്ട് പോലെയുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാവുന്നത് ഇതിൽ നിന്നാണ്. എന്താണ് സർപ്പങ്ങളുടെ ശാന്തിക്ക് പറഞ്ഞിരിക്കുന്നത്? പഞ്ചാക്ഷരിയുടെ ജപമാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്. പഞ്ചാക്ഷരി ജപം കൊണ്ടാണ് സർപ്പ ദുരിതത്തെ മറികടക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. പിന്നെ സർപ്പങ്ങളുടെ ആരാധന. നമുക്ക് എന്തെങ്കിലും ഒരു തെറ്റ് സംഭവിച്ചു പോയാൽ നമ്മൾ ക്ഷമിക്കാനും നമ്മളുടെ ഭാഗത്തു നിന്ന് തെറ്റുകൾ വരുമെന്നും സ്വാഭാവികമാണെന്നും മനസ്സിലാക്കുന്ന ആളുകളാണ് ഈ സർപ്പങ്ങൾ. അവർ പ്രസാദിക്കൽ ഭയങ്കര വല്ലാത്ത ബുദ്ധിമുട്ടാണെങ്കിലും അവരുടെ അപ്രീതി മാറ്റാൻ പറ്റും. നമ്മൾ നന്നായി അനുഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷെ അവര് നമ്മളോടുള്ള
ദേഷ്യത്തെ മാറ്റാൻ അല്ലെങ്കിൽ ദുരിതത്തെ മാറ്റാനായിട്ട് ബുദ്ധിമുട്ടില്ല. അത് മാറ്റാം. അത് മാറ്റിയാൽ തന്നെ അനുഗ്രഹമായിട്ട് തന്നെ വരുള്ളൂ. പക്ഷെ അപ്പോ അങ്ങനെയുള്ളപ്പോ സർപ്പങ്ങൾ നന്നായി ഒന്ന് അനുഗ്രഹിച്ചാലുള്ള അവസ്ഥ ആലോചിച്ച് നോക്കി. അതായത് ഹിഡൻ ആയിട്ടുള്ള നമ്മളുടെ കണ്ണിൽപ്പെടാത്ത അത്ര ധനം, നിധി പോലെയുള്ള വലിയ ധനം, ആ ധനം എല്ലാ അർത്ഥത്തിലും ധനം. ഉദാഹരണം പറഞ്ഞാല് സമ്പത്ത് ധനമായിട്ട് വരാം. പുത്രന്മാര്, പുത്രിമാര്, ഇതൊക്കെ ധനമാണ്, നമ്മുടെ ധനം തന്നെയാണ്. നമ്മുടെ സൽപ്പേര്, ഇതും നമ്മുടെ ധനമാണല്ലോ. നമ്മൾ മരിച്ചാലും നമ്മുടെ പോകാത്ത ഒന്നാണ് സൽപ്പേര് എന്ന് പറയുന്നത്, അല്ലെ? ഇപ്പം ഡോക്ടർ APJ അബ്ദുൽ കലാം സാറിനെയൊക്കെ നമ്മൾ എന്നും ആളുകൾ സ്മരിക്കുന്നില്ലേ? അത് അവരുടെ സൽപ്പേരിന്റെ ഗുണം കൊണ്ടാണ്. അപ്പൊ ഇത്തരത്തിലുള്ള സൽപ്പേരായിട്ടുള്ള ധനവും സാക്ഷാൽ ധനവും പുത്രിമാരായിട്ടുള്ള ധനവും സന്തതി പരമ്പരകളും ഒക്കെ തന്നെ അനുഗ്രഹിച്ച് ആവശ്യം പോലെ നൽകാൻ ശേഷിയുള്ള ആളുകളാണ് സർപ്പങ്ങള്. അതുകൊണ്ട് തന്നെ കുടുംബങ്ങളെയും കുലത്തെയും നിലനിർത്താനായിട്ട് ഇവർ നിൽക്കുന്നത് കൊണ്ടാണ് അവരെ ധർമ്മദൈവങ്ങളെന്നും കുലദേവതകളെന്നും വിളിക്കാനുള്ള കാരണം. അപ്പം ഏതോ ധർമ്മസ്തതോ ജയാന്നും ധർമ്മോ രക്ഷതി രക്ഷിതാന്നുമാണ്. എവിടെയാണോ ധർമ്മമുള്ളത് അവർ വിജയിക്കുമെന്നും ആര് ധർമ്മത്തെ രക്ഷിക്കുന്നുവോ അവരെ ധർമ്മം രക്ഷിക്കുന്നുമാണ് പ്രമാണം, മഹാഭാരതത്തിലുള്ള. അപ്പോ ധർമ്മമായിട്ടുള്ള ധർമ്മദേവതകളായിട്ടുള്ള സർപ്പങ്ങളെ നമ്മൾ രക്ഷിക്കുന്നിടത്തോളം നമ്മളവരെ സംരക്ഷിക്കുമ്പോൾ, ആ കാവുകളെ സംരക്ഷിക്കുമ്പോൾ ആ ധർമ്മദേവതകൾ തന്നെ നമ്മളെയും സംരക്ഷണം ഏറ്റെടുക്കും. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കണ്ടീഷനാണ്. പരശുരാമന്റെ കാലത്ത് ചെയ്തു കൊടുത്ത സത്യം അതാണ്. ഞങ്ങൾ നിങ്ങളെ കൃഷിയിലും നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ സന്തതി പരമ്പരകളെയും അനുഗ്രഹിച്ചുകൊണ്ട് ഇവിടെ വസിക്കാം. നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടത് ചെയ്തു തരൂ. എന്താണ് അവർക്ക് വേണ്ടത്? കാവുകളെ കാവുകളായിട്ട് നിലനിർത്തുക, സർപ്പക്കാവുകളിലെ ആചാരങ്ങൾ അതുപോലെ നടത്തിക്കൊണ്ടു പോവുക. ഇതാണ് അവർക്ക് ആവശ്യമുള്ളൂ. അനാവശ്യമായിട്ട് കാവുകളിലോട്ട് ചെല്ലാതിരിക്കുക, കാവുകൾ വെട്ടാതിരിക്കുക, കാവുകൾ വൃത്തിയാക്കാനെന്നുള്ള വ്യാജേന കാവുകളിൽ നിൽക്കുന്ന വൃക്ഷങ്ങളും ലതകളും വെട്ടി നശിപ്പിക്കാതിരിക്കുക, കുളം വറ്റിക്കാതിരിക്കുക, ഇങ്ങനെയുള്ള ഒരു പണികളും നമ്മൾ ചെയ്യാതെ അത് കാടായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക. ഇന്നിപ്പം ഇപ്പൊ നമ്മൾ സംസാരിക്കുന്ന നിങ്ങൾ പറയുന്ന US ഉൾപ്പെടെയുള്ള സകല രാജ്യങ്ങളിലും സേക്രഡ് ഗ്രോവ് എന്നുള്ള ഒരു പദ്ധതിയിൽ അവർ കുറെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, കാടുകളെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, അല്ലെ? ജപ്പാനിലെ മിയാവാക്കി ഫോറസ്റ്റ് ഉണ്ട്. ഇതൊക്കെ അവരുടേതായിട്ടുള്ള സേക്രഡ് ഗ്രോവിനെയാണ് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അവിടെ ചിത്രകൂടം വെച്ച് വിളക്ക് വയ്ക്കും, ഒന്നും അത്യാവശ്യമല്ല. ഈ കാവിനെ നമ്മൾ കാവായിട്ട് സംരക്ഷിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു, ഇപ്പോ ഫ്ലാറ്റ് പണിയുന്ന ആളുകൾ, നേരത്തെ കേരളത്തിലൊരു ട്രെൻഡ് സർപ്പക്കാവുള്ള ഭൂമിയാണ് വാങ്ങിക്കുന്നതെങ്കിൽ അത് ഒഴിപ്പിച്ചിട്ട് അവിടെ ഫ്ലാറ്റ് പണിയായിരുന്നു ചെയ്തിരുന്നത്. ഞാൻ അവരോട് പറയുന്നത് വെച്ചാല്, നിങ്ങൾക്ക് ജിമ്മുള്ള ഒരു ഫ്ലാറ്റ് എന്ന് പറയുന്ന പോലെ, പ്ലേ ഗ്രൗണ്ട് ഉള്ള ഫ്ലാറ്റ് എന്ന് പറയുന്ന പോലെ, കുട്ടികളുടെ പാർക്കുള്ള ഫ്ലാറ്റ് എന്ന് പറയുന്നത് പോലെ ഒരു കാവുള്ള ഫ്ലാറ്റ് എന്തുകൊണ്ടായിക്കൂടാ? അത്ര 1.5 സെന്റില് ആ കാവായിട്ട് മെയിൻറ്റെയിൻ ചെയ്താല് അതിന്റെ ചുറ്റുവട്ടത്തേക്ക് ഇരുന്നൂടെ? പിന്നെ ശുദ്ധവായു ശ്വസിച്ചൂടെ? എന്തിനത് വെട്ടിക്കളയുന്നു? നമ്മളറിയാത്ത എത്രയോ സൂക്ഷ്മത്തിലുള്ള എനർജികളുണ്ട് അതിനകത്ത്. അതൊക്കെ നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്, അല്ലേ? ഒരു സമൂഹത്തെ മുഴുവൻ ഇതിന് ബാധിക്കാനൊക്കെ സാധിക്കും എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഒരു കാവ് ഒരു പ്രദേശത്ത് ഉണ്ടെങ്കിൽ, ആ കാവ് സംരക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഊർജ്ജം എന്ന് പറഞ്ഞാൽ ആ പ്രദേശം മുഴുവൻ വ്യാപിക്കും. ഇപ്പൊ മണ്ണാർശാല, ആ കാവ് ഉണ്ട് അവിടെ, മണ്ണാർശാലയിലെ കാവുകൾ ആ പ്രദേശത്ത് നോക്കിക്കോളൂ. എല്ലാ വീടുകളിലും ഈ സർപ്പങ്ങളുടെ ഒരു അതീശത്തോടെ കാണാൻ നമുക്ക്. അതിന് അവരവിടെ നമ്മുടെ കൂടെ ഉണ്ടെന്നും നമ്മൾ അവരുടെ കൂടെ ഉണ്ടെന്നുള്ള ബോധത്തിൽ നമ്മൾ ജീവിച്ചാല് ഉപദ്രവിക്കാനൊന്നും വരുന്നവരല്ല. അവരുടെ മറ്റും ഭാവം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, ബുദ്ധിയുള്ളവന് മനസ്സിലാവും അത് അവരുടെ സ്ഥലമാണ്. അവര് നമ്മളെ അനുവദിച്ചു തരുവാണ്, നിങ്ങൾ ഇവിടെ നിന്നോളൂ എന്ന് പറഞ്ഞിട്ട്. അത് നമുക്ക് അറിയാൻ പറ്റും. നമ്മൾ പറയില്ലേ, ഈ സാമ്പത്യശാസ്ത്രം അനുസരിച്ചിട്ട് മനുഷ്യർക്ക് വീട് വയ്ക്കാൻ അനുവദിച്ചു കൊടുത്തിരിക്കുന്ന ഭൂമി കൃഷിഭൂമിയാണ്. അല്ലെങ്കിൽ ശ്മശാനത്തിലോ ദേവാലയത്തിലോ യുദ്ധം നടന്ന ഭൂമിയിലോ ഒന്നും നമുക്ക് വീട് വയ്ക്കാൻ വിധിയില്ല. നമ്മൾ കുടുംബം ഗൃഹം ഉണ്ടാക്കി താമസിക്കണമെങ്കിൽ അത് കൃഷിഭൂമി ആയിരിക്കണം. ഈ കൃഷിഭൂമി ആകുന്നത് എങ്ങനെയാണ്? ഒരു ഭൂമിയിലെ കൃഷി നടത്തണമെങ്കിൽ ഏറ്റവും അത്യാവശ്യം വേണ്ടത് സർപ്പസാന്നിധ്യമാണ്. സർപ്പങ്ങളില്ലെങ്കിൽ, മണ്ണിര മുതലുള്ള സാധനങ്ങളൊന്നും ഇല്ലെങ്കിൽ ഈ ഒരു തരത്തിലും കൃഷി ഉണ്ടാവില്ല. അപ്പം കൃഷിഭൂമിയാക്കി മാറ്റാൻ, ഒരു ഭൂമിയെ കൃഷിഭൂമിയാക്കി മാറ്റാൻ ശേഷിയുള്ള സർപ്പങ്ങളുള്ള ഭൂമിയിലാണ് വസിക്കാൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. സർപ്പങ്ങളുടെ കൂടെയാണ് വാസം. അതായത് അവരുമായിട്ട് സഹവർത്തിത്വത്തിലേ പോകാൻ പാടുള്ളൂ. ഇതാണ് കേരളത്തിന്റെ ഒരു ഹിസ്റ്ററി, അല്ലെങ്കിൽ കേരളത്തിലെ ധർമ്മദേവതാ സങ്കല്പം എന്ന് പറയുന്നത് തന്നെ ഇതാണ്. അതുകൊണ്ട് തന്നെ മനസ്സിലാക്കേണ്ടത്, സർപ്പദേവതകളെ ഭയക്കല്ല വേണ്ടത്. സർപ്പദേവതകളെ നമ്മൾ അവരുടെ അനുഗ്രഹത്തിനായിക്കൊണ്ട് തേടുകയാണ് വേണ്ടത്. അവരെ ആചരിക്കുകയാണ് വേണ്ടത്. അവരെ സ്നേഹിക്കുകയാണ് വേണ്ടത്. കാവുകളെ നമ്മൾ സംരക്ഷിക്കുകയാണ് വേണ്ടത്.
കാവുകളിൽ നമ്മൾ ഒരു തരത്തിലുള്ള മാലിന്യങ്ങളും കടന്നുകൂടാതെ, ഒരു തരത്തിലുള്ള നമ്മൾ ആചാര വിലോപങ്ങളും കാവിൽ വരുത്താതെ, കാവ് തീണ്ടിയാൽ കുളം വറ്റുന്ന പഴയ പ്രമാണമുണ്ട് നമ്മുടെ. കാവ് പോയാൽ കുളം പോകും, കുളം പോയാൽ വെള്ളം ഉണ്ടാവില്ല, കൃഷി ഉണ്ടാവില്ല എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോ ആ ഒരു കാര്യങ്ങളൊക്കെ പണ്ട് പറഞ്ഞു വെച്ചിരിക്കുന്നത് അവരുടെ 1000 കൊല്ലത്തെ 2000 കൊല്ലത്തെ അവരുടെ അനുഭവത്തിൽ നിന്ന് എഴുതി വെച്ച കാര്യങ്ങളാണ്. നമ്മൾ ഇന്ന് ശാസ്ത്രമുണ്ടെന്നും ശാസ്ത്രത്തിന്റെ പേരിൽ സായിപ്പ് എഴുതി വെച്ച കുറെ കാര്യങ്ങളുണ്ടെന്നും പറഞ്ഞ് ഈ കാവെല്ലാം വെട്ടി ദൂരെ കളയുന്നതും ഈ കുഴപ്പങ്ങളെല്ലാം വരുത്തി വെക്കുന്നത്. നമ്മൾ ഈ പറയപ്പെടുന്ന ശാസ്ത്രം ഉണ്ടായിട്ട് 100 കൊല്ലം ആയിട്ടില്ല. ഇപ്പൊ 2500 കൊല്ലം മുന്നേ ഉള്ള എക്സ്പീരിയൻസ് എഴുതി വെച്ചിരിക്കുന്നത്. അത് ആദ്യം മനസ്സിലാക്കണം. അതിന് എപ്പോഴും എക്സ്പീരിയൻസിനാ വാല്യൂ ഇല്ലേ? എനിക്കിപ്പം സർട്ടിഫിക്കറ്റ് ഉണ്ടെന്ന് നോക്കിയാ റോക്കറ്റ് സയൻസിൽ വല്ല പ്രയോജനമുണ്ടോ? ഞാൻ ISRO 20 കൊല്ലം ജോലി ചെയ്തെങ്കിൽ അതിനാണ് വാല്യൂ. അപ്പൊ അത്ര പോലും ബുദ്ധിയില്ലാത്ത മനുഷ്യർ ഇത്രയും കാലം ഈ ജനതയൊക്കെ ഇവിടെ ജീവിച്ചിട്ട് ഇതിനെല്ലാം ഭംഗിയായിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പൊ അതിനെ മനസ്സിലാക്കാതെ നമ്മുടെ ആളുകൾ കൊണ്ട് കളയുകയും കാവുകൾ നശിപ്പിക്കുകയും അവസാനം തറവാട് തന്നെ ഇല്ലാതാവുകയും അവനവന്റെ ആരൂഢം പോവുകയും ദേശത്തുനിന്ന് ഓടിപ്പോകേണ്ട ഗതികേട് വരികയും ഇങ്ങനെ ചെയ്തിട്ടും എന്നിട്ട് നന്നാവുന്നുണ്ടോ? ഇത് കഴിഞ്ഞിട്ട് അടുത്ത തലമുറകൾ നേരെയാവുന്നുണ്ടോ? അതുമില്ല. ചെറിയ നിസ്സാര ഒരു കാര്യം ചെയ്താൽ മതി. വർഷത്തിലൊരു കാവിനൊരു പൂജ അല്ലെങ്കിൽ ഒരു 100 പാലും ഉണ്ടായിരുന്നുള്ളൂ. അതിന് പകരം വർഷം തോറും മൂകാംബികയെ പോകാൻ തയ്യാറാണ്, വർഷം തോറും 41 ദിവസം വ്രതം എടുത്ത് ശബരിമല പോകാൻ തയ്യാറാണ്. ഇനി വർഷം തോറും കടലിനടിയിൽ ഒരു അമ്പലമുണ്ട്, അവിടെ പോയി തൊഴാനും കഴിയാണ്. എത്ര പൈസ മുടക്കാനും തയ്യാറാണ്. പക്ഷെ അവനവന്റെ തറവാട്ടിലെയും കുടുംബത്തിൽ ഇരുന്ന് കാവലൊരു പൂജ കഴിക്കാൻ ഈ ഹിന്ദുക്കൾ എന്ന് പറയുന്ന ജന്തുക്കൾക്ക് പലർക്കും മടിയാണ്. പിന്നെ എങ്ങനെയാണ് നന്നാവുക? എങ്ങനെയാണ് ഇവരുടെ കുടുംബം നന്നാവുക? എങ്ങനെയാണ് ഇവരുടെ കുടുംബത്തിൽ പെൺകുട്ടികൾ ലവ് ജിഹാദിന് പോകാതിരിക്കുക? എങ്ങനെയാണ് ഇവരുടെ കുടുംബത്തിലെ ആൺകുട്ടികൾ ഈ ലഹരി മരുന്നുകൾ MDMA-ക്കും കഞ്ചാവിനും പോകാതിരിക്കുക? എങ്ങനെയാണ് ഇവരുടെ കുടുംബത്തിലെ കുട്ടികൾ സമരം ചെയ്ത് ജയിലിൽ പോകാതിരിക്കുക? ഇതിനെല്ലാം അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് വീടുകളിലെ നാമജപം ഇല്ലാതാവുകയും ധർമ്മദേവതാചരണം ഇല്ലാതാവുകയും ചെയ്തതാണ്. അത് തിരികെ കൊണ്ടുവന്നാൽ എല്ലാം ശരിയായി. അത് തിരികെ കൊണ്ടുവരണം. ഫോഴ്സ്ഫുൾ ആണ്. നമ്മൾ ബലം പ്രയോഗിച്ചാണെങ്കിൽ ബലം പ്രയോഗിച്ച് കൊണ്ടുവരണം. കാരണം ആദ്യകാലത്ത് നാമം ജപിച്ചില്ലെങ്കിൽ ചോറ് കിട്ടില്ലായിരുന്നു, എനിക്ക് അടിയും കിട്ടും. അതിന്റെ പുറത്താണ് ഞാൻ നാമജപം തുടങ്ങിയത്. അന്ന് ഈ രാമൻ എന്താണെന്നും കൃഷ്ണൻ എന്താണെന്നും നമശിവായ എന്താണെന്നും അറിഞ്ഞിട്ടല്ല ഈ സാധനം ഒന്നും ജപിച്ചു തുടങ്ങിയത്. ഇത് ജപിച്ചില്ലെങ്കിൽ ചോറ് കിട്ടില്ല, അടി കിട്ടും എന്നുള്ള പേടിയുടെ പുറത്ത് ആരംഭിച്ച സാധനമാണ് ഇന്ന് നമുക്ക് എന്റെ ജീവിതം മുഴുവൻ ഇതിലേക്ക് മാറി. ഇന്ന് നമ്മൾ തമാശയായിട്ട് പറയും, പെരപ്പുറത്തിരിക്കുന്ന സോളാർ മുതൽ ഉടുക്കുന്ന കോണകം വരെയുള്ള സകല സാധനവും നാമം ജപിച്ചുണ്ടായതാണ്. അതിനും അല്ലാതെ വന്നിട്ടില്ല ഇവിടെ. അപ്പം അത്രയ്ക്ക് അനുഗ്രഹം അവർ തന്നു. നമുക്ക് ജീവിച്ചു പോകാനുള്ള എല്ലാ ചുറ്റുപാടുകളും എന്തും നമ്മൾ ചോദിക്കുന്നത് എന്തും നമുക്ക് തരാൻ തുടങ്ങി. ഇതൊക്കെ തന്നത് അവിടെ തന്നെയല്ലേ തന്നത്. അപ്പൊ നമ്മൾ ആചരിച്ചു തുടങ്ങിയപ്പോൾ അവർ നമ്മളെ അനുഗ്രഹിച്ചു തുടങ്ങി. ഇതിന് തെളിവ് ഇങ്ങനെ ഉണ്ടാകുന്നുള്ളതിന് തെളിവ് ഞാനാണ്. ഞാൻ തന്നെയാണ് തെളിവ്. ഏത് സുപ്രീം കോടതി എന്ന് വേണമെങ്കിൽ പറയാം, ഞാൻ ഇതിന് തെളിവാണ്. നിങ്ങൾ ചെയ്തു തുടങ്ങും, നിങ്ങൾക്ക് മാറ്റം അറിയാൻ പറ്റും.